ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 SSC GD എക്സാമും അതുപോലെ നമ്മുടെ RPF കോൺസ്റ്റബിൾ എക്സാമിൻ്റെയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. ഇവിടെ ഫസ്റ്റ് ചോദ്യം: Which of the following articles of the Indian Constitution is related to be the Election Commission of India? നമ്മുടെ 2024 GD എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ ഏത് ആർട്ടിക്കിൾസാണ്? നമ്മൾ മെയിനായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ആർട്ടിക്കിൾസിന് ചോദിക്കും. നമ്മൾ എല്ലാ ആർട്ടിക്കിൾസും പഠിക്കണമെന്നില്ല. വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് മാത്രം എന്ത് ചെയ്താൽ മതി, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിട്ട് പോയാൽ മതി. അതിൽ എസ്പെഷ്യലി ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു 4-5 പാർട്ട്, ആ പാർട്ടിലുള്ള ആർട്ടിക്കിൾസ് പഠിക്കണം. എസ്പെഷ്യലി ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിനായിട്ടും ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾസ് കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ. ദെൻ പിന്നെ പറഞ്ഞത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ആർട്ടിക്കിൾസ്. ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത് മൂന്നിൻ്റെയും സെറ്റിൽ വരുന്ന ആർട്ടിക്കിൾസ് കൃത്യമായി പഠിച്ചിരിക്കുക. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ നിന്ന് ആർട്ടിക്കിൾസ് നന്നായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഏതൊക്കെ പാർട്ടാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാ? പാർട്ട് 3. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ പാർട്ട് 4. പിന്നെ നമ്മുടെ പാർട്ട് ഏതാണ്? 4. നമ്മുടെ പാർട്ട് ഏതാണ്? 4A അല്ലേ? പാർട്ട് 4A അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, സോ ഈ സെഷനിൽ പറഞ്ഞ ആർട്ടിക്കിൾസ് പഠിക്കുക. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, PSC, UPSC, ഇങ്ങനത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിൻ്റെയൊക്കെ എന്താണ് ആർട്ടിക്കിൾസും പഠിച്ചിരിക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മെയിനായിട്ടും പറയുന്നത്. ഓക്കെ, സോ ഇതിലേത് ആർട്ടിക്കിളാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾസ്. അത് ആർട്ടിക്കിൾ 324 ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം എന്നറിയോ? 1950 ജനുവരി 25-നാണ്. 1950 ജനുവരി 25-നാണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു PYQ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. നമ്മുടെ ന്യൂഡൽഹിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ആർട്ടിക്കിൾസ് എന്താണെന്ന് നോക്കാം. ഇതിലിപ്പം 324 എന്ന് പറയുന്നത് നമ്മുടെ എന്താ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും. അതുപോലെ ആർട്ടിക്കിൾ 323 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ PSC, നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ട്സുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് കേട്ടോ. ദ റിപ്പോർട്ട്സ് ഓഫ് PSC പബ്ലിക് സർവീസ് കമ്മീഷൻ കേട്ടോ, അതിൻ്റെ ആർട്ടിക്കിളിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 323 എന്ന് പറയുന്ന ആർട്ടിക്കിൾ കേട്ടോ, ആർട്ടിക്കിൾ. ദെൻ 280 ആർട്ടിക്കിൾ 280 പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഫിനാൻസ് കമ്മീഷനെ പറ്റി അല്ലേ? നമ്മുടെ ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 280. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ? ആർട്ടിക്കിൾ 280 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ആർട്ടിക്കിൾ 352 അതൊരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ആർട്ടിക്കിളാണ് 352 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. എന്തിനെ പറ്റിയാണ് പറയുന്നത്? 352 പറയുന്നത് നമ്മുടെ നാഷണൽ എമർജൻസിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. നാഷണൽ എമർജൻസി കേട്ടോ, നമ്മുടെ നാഷണൽ എമർജൻസിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 352 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് 352. ഓക്കെ, സോ ഇതും നോക്കി വെച്ചുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, then നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ആണ്: വാട്ട് ഈസ് ദി മിനിമം ഏജ് ടു ബിക്കം എ മെമ്പർ ഓഫ് രാജ്യസഭ? രാജ്യസഭയിലെ മെമ്പർ ആവാൻ മിനിമം ഏജ് എത്രയാണ്? ഇതും കഴിഞ്ഞ വർഷം
ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് രാജ്യസഭയുടെ മെമ്പർ ആവാൻ വേണ്ട മിനിമം ഏജ് പറയുന്നത് 30 വയസ്സാണ്. എത്രയാണ്? 30 വയസ്സാണ് രാജ്യസഭയുടെ മെമ്പർ ആവേണ്ട മിനിമം ഏജ്. ഇതിലിപ്പോൾ 25 ആണെങ്കിലോ അത് ലോക്സഭയാണല്ലേ. ലോകസഭയുടെ മെമ്പർ ആവാൻ 25 വയസ്സും രാജ്യസഭയുടെ മെമ്പർ ആവാൻ എത്രയാണ്? 30 വയസ്സും. ഓക്കെ, ഇതിൽ 2 30. അതുപോലെ ഇതിലിപ്പം ഈ ഓപ്ഷൻ സി നമുക്ക് 35 എടുക്കാം. 35 വയസ്സ്. 35 വയസ്സ് എന്തിനെന്നറിയോ? 35 വയസ്സ് നമ്മുടെ ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഇന്ത്യൻ പ്രസിഡൻറ്റോ ആവേണ്ട വയസ്സ്. മിനിമം ഏജ് 35 വയസ്സാണ്. കേട്ടോ, 35 വയസ്സാണ് ഗവർണറോ പ്രസിഡൻറ്റോ ആവാൻ വേണ്ട മിനിമം ഏജ് എന്ന് പറയുന്നത്. കേട്ടോ, സോ നമ്മുടെ രാജ്യസഭ ആയതുകൊണ്ട് എത്രയാണ്? 30 ആണ് അല്ലേ. രാജ്യസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? രാജ്യസഭ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 80 ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. ആർട്ടിക്കിൾ 80 ആണ് രാജ്യസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. എത്രയാണ്? ആർട്ടിക്കിൾ 80 ആണ് രാജ്യസഭയെ പറ്റി പറയുന്ന എന്താണ് ആർട്ടിക്കിൾ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭയിൽ മിനിമം എത്ര പേരാണ്, മാക്സിമം എത്ര പേരാണ് മെമ്പേഴ്സായി വരണതെന്ന് അറിയാമോ? നമ്മുടെ രാജ്യസഭയിൽ മാക്സിമം 250 മെമ്പേഴ്സാണ് വരുന്നത്. കേട്ടോ, ഇതും പ്രീവിയസ് ചോദ്യമാണ്. ഇതേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. കേട്ടോ, നമ്മുടെ രാജ്യസഭയിൽ മാക്സിമം എത്ര മെമ്പേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? 250. 250ൽ 238 പേരെ എലക്റ്റഡ് ആണ്. കേട്ടോ, എലക്ട് ചെയ്തെടുക്കുകയും 12 പേരെ നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യുകയും ചെയ്യും. കേട്ടോ, ആരാ നോമിനേറ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. 12 പേര്. കേട്ടോ, സോ അത് അങ്ങനെയും ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയി ചോദിക്കും. മൊത്തം എത്ര മെമ്പേഴ്സ്? മൊത്തം 250 മെമ്പേഴ്സും അതിൽ 238 പേരെ എന്താണ് എലക്റ്റഡും 12 പേരെ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മൊത്തം എത്രയാ? 250 മെമ്പേഴ്സാണ് നമ്മുടെ രാജ്യസഭയിൽ വരുന്നത്. ഓക്കെ, അതിനാണ് മാക്സിമം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? രാജ്യസഭയെ പറ്റിയ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 80 ആണ്. ആർട്ടിക്കിൾ 80. അതുപോലെ രാജ്യസഭയുടെ ചെയർമാൻ ആരാ? നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് അല്ലേ. നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ എന്താണ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, when was the last fundamental duty added to Article 51A until 2023? കഴിഞ്ഞ GDK ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ ആർട്ടിക്കിൾ 51A അല്ലേ. 51A എന്ന് പറയുന്നത് നമുക്കറിയാതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് അല്ലേ. പാർട്ട് 4A അല്ലേ. പാർട്ട് 4A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അത് ആർട്ടിക്കിൾ 51A വരുന്നത്. അത് അവസാനമായി ആഡ് ചെയ്തത് ഏത് വർഷം എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്നത് ആദ്യമായി എപ്പോഴാണ്? അത് 42ാമത് അമെൻമെൻറ്റിലാണ് അല്ലേ. ഏത് വർഷം? 1976. കേട്ടോ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആദ്യമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്നത് 1976 42ാമത് അമെൻമെൻറ്റിലാണ്. കേട്ടോ, ബേസ്ഡ് ഓൺ നമ്മുടെ റെക്കമെൻഡേഷൻ ഓഫ് സ്വരൻ സിംഗ് കമ്മിറ്റി. അങ്ങനെയും ചോദിക്കും. കേട്ടോ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഏത് കമ്മിറ്റി? സ്വരൻ സിംഗ് കമ്മിറ്റി. റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1976 42ാം അമെൻമെൻറ്റ് പ്രകാരം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. അതും 10 ഡ്യൂട്ടീസാണ് അതിൽ ആഡ് ചെയ്തത്. എത്ര എണ്ണം? 10 എണ്ണം. അതും ചോദിക്കും. 42ാം അമെൻമെൻറ്റിൽ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ആഡ് ചെയ്തത്? എത്ര? 10 എണ്ണം. കാരണം നമുക്ക് ടോട്ടൽ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ. ടോട്ടൽ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ 10 എണ്ണമാണ് 42ാമത് അമെൻമെൻറ്റിൽ ആഡ് ചെയ്തത്. ഇനി നമ്മുടെ ലാസ്റ്റ്, ഇനി 11 ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് അത് നമ്മുടെ 86ാമത് അമെൻമെൻറ്റ് 2002 കേട്ടോ. സോ നമുക്ക് 2 വട്ടമാണ് നമ്മൾ ഈ പറയുന്ന 2023 മുമ്പ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തിട്ടുള്ളത്? അമെൻമെൻറ്റ് ചെയ്തത്.
അത് 1976 42ാമത്തെ അമെൻമെൻറ്റിൽ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുകയും 2002 86ാമത് അമെൻമെൻറ്റ്, ശ്രദ്ധിക്കണം കേട്ടോ, 86th കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 അമെൻമെൻറ്റ് നോക്കുക, 42 അതുപോലെ തന്നെ ഏതാണ് 86 കേട്ടോ. സോ എക്സാമിന് ചോദിക്കുന്ന 2 അമെൻമെൻറ്റുകളാണ് 42ഉം 86 എന്ന് പറയുന്നത്. സോ കൃത്യമായി പഠിച്ചിരിക്കുക. അതിൽ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അങ്ങനെ മൊത്തം എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് വരുന്നത്. ഏത് കമ്മിറ്റി പ്രകാരമാടാ? സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക കേട്ടോ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഞാൻ പറയില്ലേ, ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ ചെയ്യും. ഈ 2 അമെൻമെൻറ്റും കൃത്യമായി പഠിച്ചിരിക്കുക. ഈ വർഷത്തെ CD എക്സാമിന് ഉറപ്പായിട്ടും ഈ 2 അമെൻമെൻറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണും. അതുപോലെ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും എന്താണെന്ന് കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The Attorney General of India hold office during the pleasure of the Attorney General of India. അല്ലേ, ആരാണ് ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന? നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ അല്ലേ, ഇന്ത്യൻ ഗവൺമെൻറ് ഏറ്റവും മുതിർന്ന ലോയർ അല്ലേ, അല്ലെങ്കിൽ അവരുടെ ലീഗൽ അഡ്വൈസർ എന്ന് വിളിക്കുന്ന പേരാണെന്ത്? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 76 പറയുന്നത് കേട്ടോ. അതും ചോദിക്കും, അറ്റോർണി ജനറലിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ് കേട്ടോ. ഇങ്ങനത്തെ കണ്ടോ, ഇതുപോലുള്ള ആർട്ടിക്കിൾസ് വേണം പഠിക്കാൻ. അറ്റോർണി ജനറൽ, കൺട്രോൾ ഓഡിറ്റർ ജനറൽ, അങ്ങനത്തെ കേട്ടോ. സോ അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയും ചോദിച്ചാൽ ആർട്ടിക്കിൾ എത്രയാണ്? 76ാമത്തെ ആർട്ടിക്കിളാണ്. അറ്റോർണി ജനറലിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും അറ്റോർണി ജനറലിനെ റിമൂവ് ചെയ്യുന്നതും നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആണ്. സോ നമ്മുടെ ഉത്തരം ഇതിലേതാണ്? ഓപ്ഷൻ എ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കേട്ടോ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഹോൾഡ് ദി ഓഫീസ് ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതും. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരെന്ന് PYക്ക് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അറ്റോർണി ജനറൽ ആരെന്നറിയോടാ? ഫസ്റ്റ് അറ്റോർണി ജനറൽ അത് MC സെതൽവാഡാണ്. MC സെതൽവാഡാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് ജനറൽ എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് അറ്റോർണിക് ജനറൽ. അതുപോലെ നിലവിൽ ഇപ്പോൾ ആരെന്നറിയോ? കറണ്ട് നിലവിലെ നമ്മുടെ അറ്റോർണിക് ജനറൽ എന്ന് പറയുന്നത് ആർ വെങ്കടരമണി ആണ് നിലവിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആരാണ്? ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് MC സെതൽവാഡും നിലവിലെ അറ്റോമിക് ജനറൽ എന്ന് പറയുന്നത്. അതായത് കറണ്ട് അഫെയർ കൂടിയാണ് കേട്ടോ. ചോദിക്കും, ഹു ഇസ് ദ കറണ്ട് ഇപ്പോഴത്തെ നിലവിലെ അറ്റോർണി ജനറൽ ആരും ചോദിച്ചാലാണ് ആർ വെങ്കടരമണിയാണ്. സോ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Which among the following article of Indian Constitution deals with the right to freedom of religious? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നും വരുന്ന എന്താണ്? ആർട്ടിക്കിളാണല്ലേ. ഞാൻ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൃത്യമായി പഠിക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ കിട്ടും അല്ലേ. സോ ഇതിലേത് ആർട്ടിക്കിളാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? സോ നമ്മൾ ആദ്യത്തെ ആർട്ടിക്കിൾ 14 മുതൽ 18 എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണല്ലേ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കേ, റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസും പഠിച്ചിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതിലുള്ള ആർട്ടിക്കിൾ കൃത്യമായി ചോദിക്കും കേട്ടോ. റൈറ്റ് ടു ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ റൈറ്റ് ടു ഫ്രീഡം അല്ലേ. റൈറ്റ് ടു ഫ്രീഡം അതാണ് ആർട്ടിക്കിൾ എത്ര? 19 മുതൽ 22 വരെ എന്ന് പറയുമ്പോൾ. ഇനി ആർട്ടിക്കിൾ 23, 24 ഉണ്ടല്ലേ. നമ്മുടെ ആർട്ടിക്കിൾ 23, 24 അത് ഏത് ആർട്ടിക്കിളാണ്? നമ്മുടെ റൈറ്റ് 23, 24 അത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ
നമ്മുടെ ബാലവേലയൊക്കെ ഈ ആർട്ടിക്കിൾസിലാണല്ലേ പറയണം, നമ്മുടെ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ. ദെൻ ആർട്ടിക്കിൾ 25-28. സോ 25-28 പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസിനെ പറ്റിയാണ് അല്ലേ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 25-28 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി 29-30 അതും ചോദിക്കാം. ഇതിനെ പറ്റി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ് ഇവിടെ പറയുന്നത് 29-30 പറയുന്നത്. കേട്ടോ, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിലെ ഈ സെഷൻ ഇങ്ങനെ പഠിക്കുകയും വേണം. ദെൻ ഓരോ ആർട്ടിക്കിളും എന്താന്ന് കൂടി പഠിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ എസ്പെഷ്യലി ഇക്വാലിറ്റിയിലെ 18-18 നമ്മൾ നോർമലി അതിനെ LD ഔട്ട് എന്നാണ് പഠിക്കാറുള്ളത്. LD അല്ലേ, ലോ അല്ലേ, ലോ, ഡിസ്ക്രിമിനേഷൻ, ഓപ്പർച്യൂണിറ്റി, അൺടച്ചബിലിറ്റി, ടൈറ്റിൽസ് അല്ലേ. ലോ അതായത് 14, 15, 16, 17, 18 ആണ് LD ഔട്ട് എന്ന് എന്ത് പഠിച്ചാൽ മതി കേട്ടോ. ലോ എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യതായിരിക്കും. അതുപോലെ ഡിസ്ക്രിമിനേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്ര? ആർട്ടിക്കിൾ 15. ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി ആർട്ടിക്കിൾ 16. അൺടച്ചബിലിറ്റി കേട്ടോ ആർട്ടിക്കിൾ 17. ടൈറ്റിൽസിന് T4 എന്താ? ടൈറ്റിൽസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 18 ആണ്. LD ഔട്ട് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാണെങ്കിൽ ലോ, D4 ഡിസ്ക്രിമിനേഷൻ, ഓപ്പർച്യൂണിറ്റി, അൺടച്ചബിലിറ്റി, T ടൈറ്റിൽസ് കേട്ടോ. സോ എല്ലാ ആർട്ടിക്കിൾസും കൃത്യമായി എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. എസ്പെഷ്യലി ഫണ്ടമെൻ്റൽ റൈറ്റിലെ ആർട്ടിക്കിൾസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യും? ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ദി ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇത് കഴിഞ്ഞ GDക്ക് ചോദിച്ചതാണ്. ഇതിനു മുമ്പ് നമ്മളൊരു സെഷനിൽ ചെയ്തതാണ്. ഇതിൻ്റെ ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഏതാണ്? ആർട്ടിക്കിൾ 280 ആണ് അല്ലേ. ആർട്ടിക്കിൾ 280 ആണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്ന. 1951 ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചത്. ആരാ ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. KC നിയോഗി അല്ലേ. KC നിയോഗിയാണ് ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിൽ ആരാ ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ? അത് നമ്മുടെ അരവിന്ദ് പനഗിരിയാണ് അല്ലേ. അരവിന്ദ് പനഗിരിയാണ് നിലവിലെ എന്താണ് നമ്മുടെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് അല്ലേ. 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ. നിലവിൽ അദ്ദേഹമാണ് ഇപ്പോഴത്തെ എന്താണ് ചെയർമാൻ എന്ന് പറയുന്നത്. സോ ആദ്യത്തത് KC നിയോഗി. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ പറയുന്നത് 280. കണ്ട ആർട്ടിക്കിൾ ചോദിച്ചു കണ്ട ആർട്ടിക്കിൾ ഏത്? ഫിനാൻസ് കമ്മീഷൻ. ഞാൻ പറഞ്ഞില്ല, ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ എന്ത് പഠിച്ചിരിക്കുക? ആർട്ടിക്കിൾ പഠിച്ചിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള ആർട്ടിക്കിൾസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ? ഞാൻ പറഞ്ഞില്ല, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജ്യസഭയിലെ മാക്സിമം നമ്പർ എത്രയാണ്? മാക്സിമം എത്രയാ? ഓപ്ഷൻ സി 250 ആണ് അല്ലേ. മാക്സിമം 250. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലുണ്ട് ഓപ്ഷൻ എ 238 ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, രാജ്യസഭയിലേക്ക് എലക്റ്റഡ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. 238 അല്ലേ. കാരണം മൊത്തം 250 ആണെങ്കിലും 238 പേര് എലക്റ്റഡും 12 പേരെന്താണ് നോമിനേഷനുമാണ് അല്ലേ. 12 പേര് ആര് നോമിനേറ്റ് ചെയ്യുന്നു? അത് ആരെ നോമിനേറ്റ് ചെയ്യുന്നത്? പ്രസിഡൻ്റാണ് 12 പേര് എന്ത് ചെയ്യുന്നത്? നോമിനേറ്റ് ചെയ്യുന്നത്. സോ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എത്ര പേരെ നോമിനേറ്റും ചോദിച്ചാൽ 12ഉം, എത്ര പേര് എലക്റ്റും ചോദിച്ചാൽ 238ഉം, മാക്സിമം എത്രയും ചോദിച്ചാൽ അത് ആൻസർ ഓപ്ഷൻ സി 250 ആണ് കേട്ടോ. ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 80 അല്ലേ. ആർട്ടിക്കിൾ 80 ആണ് പറയുന്നത് അല്ലേ. രാജ്യസഭ അഥവാ രാജ്യസഭ നമുക്ക് ഇങ്ങനെയും നമുക്ക് പറയാം. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ഇങ്ങനെയും പറയാം, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലേ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും എന്ത് ചെയ്യും പറയും കേട്ടോ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആർട്ടിക്കിൾ നമ്പർ 80 ആണ് പറയുന്നത് അല്ലേ. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇപ്പം മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയ്ക്ക് പകരം ലോക്സഭ എന്നായിരുന്നെങ്കിൽ ആൻസർ എത്ര വരുമെന്ന് അറിയുമോ? വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ? ലോക്സഭയിലാണെങ്കിൽ എത്രയാണ്? ലോകസഭയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ
550 മെമ്പേഴ്സാണ്. എത്രയാണ്? 550 മെമ്പേഴ്സാണ്. അതിൽ 530 പേരെ സ്റ്റേറ്റിൽ നിന്നും എലക്റ്റഡ് ചെയ്യുകയും 20 പേരെ യൂണിയൻ ടെറിട്ടറീസ് ആണ് എലക്റ്റഡ് ചെയ്യുന്നത്. സോ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ടോട്ടൽ മെമ്പേഴ്സ് എത്രയാ? 550. അതിൽ 530 പേര് എവിടെ നിന്ന്? സ്റ്റേറ്റിൽ നിന്നും. 20 പേരെ എവിടെ നിന്നാണ്? 20 പേരെ യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം 550 മെമ്പേഴ്സാണ് വരുന്നത്. എവിടെ? ലോകസഭയിൽ കേട്ടോ. ലോക്സഭയിൽ വരുന്ന ആർട്ടിക്കിൾ എത്രയെന്ന് അറിയോ? ലോക്സഭ നമ്മളതിനെ പറയും ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഹൗസ് ഓഫ് ദി പീപ്പിൾ കേട്ടോ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഏതാ? രാജ്യസഭ. ഹൗസ് ഓഫ് ദി പീപ്പിൾ ഏതാ? ലോക്സഭ. ആർട്ടിക്കിൾ 81 ആണ് കേട്ടോ. ലോക്സഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 81. 80 രാജ്യസഭയും 81 ലോക്സഭയും പറയുന്നു അല്ലേ. നമ്മുടെ ലോക്സഭ, രാജ്യസഭ പ്ലസ് പ്രസിഡന്റ്, അതാണ് നമ്മുടെ എന്ത്? പാർലമെന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ പാർലമെന്റ് ആർട്ടിക്കിൾ 79 കേട്ടോ. ഒറ്റയടിക്ക് പഠിച്ചു വെച്ചോ. ആർട്ടിക്കിൾ 79 പാർലമെന്റ്, 80 രാജ്യസഭ, 81 ലോക്സഭ. 3 ആർട്ടിക്കിൾ അവിടെ തന്നെ പഠിക്കാം. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെ ചേരുന്ന പാർലമെന്റ്? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ പ്ലസ് ലോക്സഭ പ്ലസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇത് മൂന്നും ചേരുന്നതാണ് എന്ത്? പാർലമെന്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ എത്രയാ? 79. ആർട്ടിക്കിൾ 80 പറയുന്നത് എന്തിനെ പറ്റിയാ? രാജ്യസഭ. 81 പറയുന്നത് ലോക്സഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 81 എന്ന് പറയുന്നത്. ഓക്കെ. രാജ്യസഭയുടെ ചെയർമാൻ ആരാ? അത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ്. ലോക്സഭ ആരാ? ലോക്സഭയുടെ ചെയർമാൻ സ്പീക്കറാണ് അല്ലേ. ലോക്സഭ സ്പീക്കറാണ്. ലോകസഭയുടെ എന്ത്? ചെയർമാൻ എന്ന് പറയുന്നത് അല്ലേ. ഹൗസ് ഓഫ് ദി പീപ്പിൾ അല്ലേ. ചെയർമാൻ ആരാണ്? സ്പീക്കറാണ്. ഓക്കെ. ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റിട്ട് ഇഷ്യൂഡ് ബൈ ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? കഴിഞ്ഞ ജിഡിക്ക് ചോദിച്ചാണ് റിട്ട്. റിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കും, ഇതിങ്ങനെ ചോദിക്കും, എത്ര റിട്ടുകളുണ്ട്? നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറത്തുവിടുന്ന എത്ര റിട്ടുകളാണ് ഉള്ളത്? എത്ര റിട്ടുണ്ടെന്നറിയോ? 5 റിട്ടുകളാണ്. എത്ര റിട്ടുകളാണ്? 5 റിട്ടുകളാണ് ഉള്ളത്. സോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. എത്ര റിട്ടുകളുണ്ട്? എത്ര റിട്ട്? 5. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പം ഇതിൽ റിട്ട് അല്ലാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഓപ്ഷൻ എ ആണ് ജസ്റ്റ് സോലി, അത് റിട്ടല്ല. സോ 5 റിട്ടുകൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിലിപ്പം ഇത് 3 റിട്ടാണ്. ഏത്? പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, ഹേബിയസ് കോർപ്പസ്. ഇതും റിട്ടാണ്. ഇനി പറഞ്ഞ 2 ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 4-മത്തത് മാൻഡമസ് ആണ്. മാൻഡമസ്. 5-മത്തത് സെർഷിയോ റാരി. സോ ഇതാണ് 5 റിട്ടുകൾ. സോ 5 റിട്ടും ഏതൊന്നും പഠിച്ചിരിക്കുക. ഏതൊക്കെയാണ് 5 റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറണ്ടോ, പ്രൊഹിബിഷൻ, സെർഷിയോ റാരി കേട്ടോ. ഇതാണ് 5 റിട്ടുകൾ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്ത് വെച്ച് ഒരു വാക്കുണ്ടാക്കി പഠിക്കാം, അല്ലെങ്കിൽ ആ ലെറ്റേഴ്സ് ഉണ്ടാക്കി വെച്ച് ഒരു ഓർഡറിൽ പഠിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പഠിക്കാം. സോ 5 റിട്ട് എന്ത് ചെയ്യുക? കൃത്യമായും പഠിച്ചിരിക്കുക കേട്ടോ. വേണമെങ്കിൽ ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി PMHQC അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുക? ഈ ലെറ്റേഴ്സ് മാത്രം പഠിച്ച് വെച്ച് അത് വെച്ച് എന്ത് കണ്ടെത്താം? ഏതൊക്കെയാണ് 5 റിട്ടെന്ന് കണ്ടെത്താൻ പറ്റും. സോ ഏതൊക്കെയാണ് 5 റിട്ട്? ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറണ്ടോ, പ്രൊഹിബിഷൻ, സെർഷിയോ റാരി കേട്ടോ. അങ്ങനെ 5 റിട്ടുണ്ട്. ഇനി ഈ 5 റിട്ട് എന്തിനെ പറ്റി പറയുന്നത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിലിപ്പം ഹേബിയസ് കോർപ്പസ് എന്താണ് ഈ റിട്ടെന്ന് വെച്ചാൽ, അനധികൃതമായി തടവിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി കോടതി പുറത്തുവിടുന്ന ഒരു റിട്ടാണ് ഇത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഈ ഒരു റിട്ട് കേട്ടോ. അതായത് ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കേട്ടോ, അനധികൃതമായി തടവിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിയുടെ മുന്നിൽ എന്താണ് ഹാജരാക്കാൻ വേണ്ടി കോടതി പുറത്തുവിടുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. ഏത് റിട്ട്? ഹേബിയസ് കോർപ്പസ്. ദെൻ അടുത്ത് മാൻഡമസ്. മാൻഡമസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാൻഡമസ് ഇങ്ങനെ പറയാം, നമുക്ക് വി കമൻറ്റ് എന്ന് പറയാം. വി കമൻറ്റ് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുന്നു,
ആരോടാ കമൻറ്റ് ചെയ്യുന്നതെന്നറിയോ? ഒരു പൊതു ഉദ്യോഗസ്ഥൻ കേട്ടോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു പൊതു ഉദ്യോഗസ്ഥൻ അയാൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി കോടതി പുറത്തുവിടുന്ന ഒരു റിട്ടാണ് ഏത്? മാൻഡമസ് ആണ്. വീക്ക് കമൻറ്റ്. എന്ത് ചെയ്യുന്നു? കോടതി കമൻറ്റ് ചെയ്യുന്നു. എന്ത്? ഒരു പൊതു ഉദ്യോഗസ്ഥൻ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി കോടതി പുറത്തുവിടുന്ന ഒരു റിട്ടാണ് ഏത്? മാൻഡമസ് അഥവാ വീക്ക് കമൻറ്റ് എന്ന് പറയുന്ന റിട്ട്. അടുത്ത് കോ വാറണ്ടോ. എന്താണ് കോ വാറണ്ടോ? കോ വാറണ്ടോ നമ്മൾ ഇങ്ങനെ പറയും, ബൈ വാട്ട് അതോറിറ്റി. ടു വാട്ട് അതോറിറ്റി എന്ന് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു വ്യക്തി അയാൾക്ക് അർഹതനല്ലാത്ത ഒരു സ്ഥാപനത്തിൽ, ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിനെ കോടതി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പുറത്തുവിടുന്ന ഒരു റിട്ടാണ് ഏത്? കോ വാറണ്ടോ കേട്ടോ. ഒരു പൊതു ഉദ്യോഗസ്ഥൻ അയാൾ അതിന് അർഹതനല്ലാത്ത ആ ഒരു സ്ഥാനത്ത് അയാൾ ഇരിക്കുമ്പോൾ അതിനെ കോ വാറണ്ടോ, ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെ ഓർത്താൽ മതി. കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആര് ക്വസ്റ്റ്യൻ ചെയ്യുന്നു? കോടതി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എന്ത്? അയാൾ അർഹതയില്ലാത്ത ആ ഒരു പദവിയിൽ ഇരിക്കുന്നതിനെതിരെ കോടതി ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന ഒരു റിട്ടാണ് ഏത്? കോ വാറണ്ടോ എന്ന് പറയുന്ന റിട്ടാണ്. വാട്ട് അതോറിറ്റി, അതാണ് വാട്ട് അതോറിറ്റി. ഓക്കെ. ദെൻ നാലാമത്തത് പ്രൊഹിബിഷൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കീഴ്ക്കോടതി ആ കോടതിയുടെ അതിര് ലംഘിക്കുമ്പോൾ ആ അതിരിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് മേൽക്കോടതി പുറത്തുവിടുന്ന ഒരു റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കീഴ്ക്കോടതി ഉണ്ടല്ലോ, ഒരു കീഴ്ക്കോടതി ആ കീഴ്ക്കോടതിയുടെ അതിര് ലംഘിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട്, അതിനെ തടഞ്ഞുകൊണ്ട് മേൽക്കോടതി പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. ഓക്കെ. ദെൻ അഞ്ചാമത്തെ റിട്ട് സെർഷ്യോറാറി. ഇതെന്താന്ന് വെച്ചാൽ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആണ് ആ വാക്ക്, ട്രാൻസ്ഫർ കേട്ടോ. ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മേൽക്കോടതി പുറത്തുവിടുന്ന റിട്ടാണ് ഏത്? സെർഷ്യോറാറി കേട്ടോ. ഇപ്പോൾ ഒരു കേസ് ഹൈക്കോടതി കിടക്കുന്ന വെച്ചോ, ഹൈക്കോടതിയിൽ നിന്നും അത് സുപ്രീം കോടതിയിലേക്ക് ആ ഒരു കേസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി പുറത്തുവിടുന്ന റിട്ടാണ് ഏത്? സെർഷ്യോറാറി കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ അതിപ്പം ഏത് കോടതി എടുത്താലും ഒരു കീഴ്ക്കോടതി കാണുമല്ലോ, ആ കീഴ്ക്കോടതിയിൽ നിന്നും കേസ് എന്താണ് മേൽക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടി മേൽക്കോടതി പുറത്തുവിടുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ഹൈക്കോടതിയും സുപ്രീം കോടതി. ഇനി ഹൈക്കോടതി താഴെയുള്ള കേസുകളൊക്കെ ഹൈക്കോടതി ആയിരിക്കും ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. കാരണം റിട്ട് രണ്ട് കോടതിയും പുറപ്പെടുവിക്കും അല്ലേ. സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്നുണ്ട്, ആര്? ഹൈക്കോടതിയും. അത് ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ 32 കേട്ടോ. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകളെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 226. കൃത്യമായി പഠിച്ചു വെച്ചു. ഈ ആർട്ടിക്കിൾ എക്സാമിന് ചോദിക്കും കേട്ടോ. ഇങ്ങനത്തെ ആർട്ടിക്കിളൊക്കെ വേണം നമ്മൾ പഠിക്കാൻ കേട്ടോ. സുപ്രീം കോടതി റിട്ടുകളെ പുറത്തുവിടുന്ന ആർട്ടിക്കിളെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 32. ഹൈക്കോടതി ആർട്ടിക്കിളെ പറ്റി പുറത്തുവിടുന്ന ആർട്ടിക്കിളെ പറ്റി പറയുന്നത് 226 ആർട്ടിക്കിളുമാണ് റിട്ടിനെ പറ്റി പറയുന്നത്. അങ്ങനെ എത്ര റിട്ടുണ്ട്? 5 റിട്ടുകളാണ് ഉള്ളത് കേട്ടോ. സോ 5 റിട്ടും എന്താണെന്ന് എന്ത് ചെയ്യുക? പഠിച്ച് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമുക്ക് അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? യെസ്, ഞാൻ പറയില്ലേ, ചിടിക്ക് ചോയ്സാണ്. DPSP അല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലേ. സോ ഏത് പാർട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? പാർട്ട് 4 അല്ലേ, പാർട്ട് 2 അല്ലേ. പാർട്ട് 2 എന്താ? സിറ്റിസൺഷിപ്പാണ് അല്ലേ. സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 2. 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ. 4 പാർട്ട് 4 പറയുന്നതാണ് ഏത്? DPSP അല്ലേ. നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? പാർട്ട് എത്രയാണ്? പാർട്ട് 4. ആർട്ടിക്കിൾ ഏത് തൊട്ട് ഏത് വരെയാണ്? ഏത് ആർട്ടിക്കിൾ തൊട്ട് ഏത് ആർട്ടിക്കിൾ വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നത്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ അല്ലേ. ആർട്ടിക്കിൾ 36 മുതൽ 51
1 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് എന്തിനെ പറ്റി പറയുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നത്. ഈ 36 മുതൽ 50 വരെയുള്ള ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഈ ഭാഗത്തുള്ള ആർട്ടിക്കിൾസ് എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട് കേട്ടോ. 36 to 51 51 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഇതിനെപ്പറ്റി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നത്. അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നൊരു ആശയം, ഈ ഒരു ആശയം ഏത് രാജ്യത്ത് നിന്ന് ബോറോ ചെയ്ത ഫീച്ചേഴ്സ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? എവിടെ നിന്നാണ് ഇവിടെ തന്നെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഈസ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രി എന്ന് പറഞ്ഞാൽ ഈ 3 ലെറ്റർ ആണ്. IRE കണ്ട, IRE ഏത്, അയർലൻഡ് കേട്ടാ. അയർലൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോഡ് ചെയ്ത ഫീച്ചേഴ്സ് ആണ് ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ചോദിക്കും കേട്ടോ, ഇത് ചോദിക്കും കേട്ടോ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ ബോറോഡ് ഫീച്ചേഴ്സ്, ഈ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറഞ്ഞ എല്ലാം തന്നെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. സോ ആ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. കൃത്യമായി ഇത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്തതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തിൽ നിന്നാണ്? അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ് ഏത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 ആർട്ടിക്കിൾ വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ്. പാർട്ട് 4 ആണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു അമെൻഡ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അമെൻഡ്മെന്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ ആ പറയുന്ന പ്രോസസ്സാണ് എന്ത്, അമെൻഡ്മെന്റ്, ഭേദഗതി എന്ന് പറയും അല്ലേ, ഭേദഗതി. ഇത് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്ത കണ്ട വീണ്ടും അമെൻഡ്മെന്റ് ഈസ് ടേക്കൺ ഫ്രം വിച്ച് കൺട്രി കോൺസ്റ്റിറ്റ്യൂഷൻ? സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്ത ഒരു ആശയം, ഒരു ബോറോഡ് ഫീച്ചറാണ് ഇത് അമെൻഡ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പാർട്ട് 20 ആണ് പറയുന്നത്. എത്രയാണ്? പാർട്ട് 20 കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 20 ആണ് അമെൻഡ്മെന്റിന്റെ ഭേദഗതിയെ പറ്റി പറയുന്നത്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നും കടമെടുത്ത ഒരു ആശയമാണ് ഏത്, അമെൻഡ്മെന്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ, അതുപോലെ ആർട്ടിക്കിൾ ചോദിക്കും, അമെൻഡ്മെന്റ് ആർട്ടിക്കിൾ 368 ആണ് പറയുന്നത്. എത്രയാണ്? ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 ആണ് എന്തിനെ പറ്റി പറയുന്നത്, അമെൻഡ്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ കേട്ടോ. 368 ആണ് കേട്ടോ എന്തിനെ പറ്റി പറയുന്നത്, അമെൻഡ്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോറോഡ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളിപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അയർലൻഡിൽ നിന്നും കടമെടുത്തത് എന്താടാ, ഇപ്പം പഠിച്ചല്ലേ ഉള്ളൂ. അയർലൻഡ്, IRE ആര്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് അയർലൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്ത ആശയം എന്ന് പറയുന്നത്. അതുപോലെ അയർലൻഡിൽ നിന്ന് കടമെടുത്ത മറ്റു 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്നാണ് നമ്മുടെ പ്രസിഡന്റിന്റെ എലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. എലക്ഷൻ മെത്തേഡ് ഓഫ് പ്രസിഡന്റ് കേട്ടോ, എലക്ഷൻ മെത്തേഡ് ഓഫ് പ്രസിഡന്റിന്റെ എലക്ഷൻ, അത് എവിടെ നിന്നാണ് എടുത്തത്, അയർലൻഡിൽ നിന്നാണ്. അതുപോലെ മറ്റൊന്നാണ് ദ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ കേട്ടോ. രാജ്യസഭയിലെ മെമ്പേഴ്സിൻ്റെ നോമിനേഷനെ പറ്റി പറയുന്നതിന് ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്, അയർലൻഡിൽ നിന്നാണ്. സോ 3 പഠിച്ചിരിക്കുക. അയർലൻഡ് എന്തൊക്കെ കടമെടുത്ത, ഒന്ന് DPSP, അതുപോലെ രണ്ടാമത്തത് എലക്ഷൻ പ്രസിഡന്റ് എലക്ഷൻ മെത്തേഡ് ഓഫ് പ്രസിഡന്റ്, മൂന്നാമത്തത് രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ നോമിനേഷനെ പറ്റി പറയുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനും കടമെടുത്ത ഫീച്ചേഴ്സാണ്, അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ്. ഓക്കെ, ദെൻ കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തെ കടമെടുത്തതാണ്? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് അല്ലേ. ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തൊരു ആശയമാണ് കൺകറന്റ് ലിസ്റ്റ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് USSR ആണല്ലേ, സോവിയറ്റ് റഷ്യ നിന്ന് കടമെടുത്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് USA, അമേരിക്കയിൽ നിന്നും അല്ലേ, അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഇത്, ബോറോഡ് ഫീച്ചറാണ് ഇത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് കേട്ടോ. റൈറ്റ്സ് USA, ഡ്യൂട്ടീസ് USSR, സോവിയറ്റ് റഷ്യ കേട്ടോ. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തതാണ് ഏത്,
കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദി എലക്ഷൻ ഓഫ് പ്രസിഡന്റ്. യെസ്, നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറയുന്ന ആശയം കടലെടുത്തത് എവിടെ നമ്മൾ കണ്ടു? അയർലൻഡിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. അത് ഇപ്പോൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തു. ഇത് പറയുന്നത് അത് ഏത് ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഞാൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 1-2 ആർട്ടിക്കിൾസ് പറഞ്ഞു തരാം. സോ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് ആർട്ടിക്കിൾസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 പറയുന്ന എന്തിനെ പറ്റിയെന്ന് വെച്ചാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കേട്ടോ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയും ചോദിച്ചാൽ ആർട്ടിക്കിൾ 52 ആണ്. കേട്ടോ, ആർട്ടിക്കിൾ 52. ഇനി ആർട്ടിക്കിൾ 54 പറയുന്നതാണ് പ്രസിഡന്റ് എലക്ഷൻ. കേട്ടോ, സോ നമ്മുടെ ആൻസർ 54, ഓപ്ഷൻ ഉണ്ടല്ലേ, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 54. ആർട്ടിക്കിൾ 54 പ്രസിഡന്റ് എലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ ഇനി അടുത്ത 2 കൂട്ട് 56. 56 പറയുന്നത് പ്രസിഡന്റ് ഓഫീസിന്റെ ടേം ആണ്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ്, പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ടേമിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 56 ആണ്. ഇനി അടുത്ത 2 കൂട്ട് 58. 58 പറയുന്നത് പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷനെ പറ്റിയാണ്. ക്വാളിഫിക്കേഷൻ, പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 58. ദെൻ 2 കൂട്ട് 60. ആർട്ടിക്കിൾ 60 പറയുന്നത് പ്രസിഡന്റിന്റെ ഓത്തിനെ പറ്റിയാണ്. കേട്ടോ, കേട്ടോ, ഓത്ത് ബൈ ദി പ്രസിഡന്റ്, പ്രസിഡന്റിന്റെ ഓത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയും ചോദിച്ചാൽ 60. ഇനി 61, നമ്മുടെ ഓപ്ഷനിൽ 61 ഉണ്ടല്ലേ. 61 പറയുന്നത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 61. അറ്റ് ലാസ്റ്റ് 72, അതും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 72. പ്രസിഡന്റിന്റെ പാർഡൺ, പ്രസിഡന്റിന്റെ പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 72 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. കേട്ടോ, ഈ ഇത്ര ആർട്ടിക്കിൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഇത്ര ആർട്ടിക്കിൾ കൃത്യമായി പഠിക്കുക. അതൊക്കെയാണ് 52 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, 54 പ്രസിഡന്റ് എലക്ഷൻ, 56 പ്രസിഡന്റ് ഓഫീസിന്റെ ടേം, 58 പ്രസിഡന്റ് ക്വാളിഫിക്കേഷൻ, ദെൻ 60 ഓത്ത്, 61 ഇംപീച്ച്മെന്റ്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആണ്. ദെൻ 72 പ്രസിഡന്റിന്റെ പാർഡൺ, പാർഡൺ ദയാർജി, പാർഡൺ 72. സോ ഈ ആർട്ടിക്കിൾ കൃത്യമായി പഠിക്കുക. പ്രസിഡന്റ് റിലേറ്റ് ചെയ്ത് നമുക്ക് ഈ ആർട്ടിക്കിളിൽ നിന്ന് എന്ത് ചോദിക്കാം, എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 52, 56, 58, 60, ദെൻ 61, 72. ഇത്രയും ആർട്ടിക്കിൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പ്. കേട്ടാ, നമ്മുടെ സിറ്റിസൺഷിപ്പ് പാർട്ട് എത്രയാ, 2 ആണല്ലേ, പാർട്ട് 2 അല്ലേ. സോ പാർട്ട് 2 ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ അല്ലേ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് എന്തിനെ പറ്റി പറയുന്നത്, സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് അല്ലേ. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. കണ്ട, വീണ്ടും കണ്ട, ഞാൻ പറയേ ആദ്യത്തെ 4 അത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 4A വരെയുള്ള ആർട്ടിക്കിൾസും പാർട്ടും കൃത്യമായി പഠിച്ചിരിക്കുക. 1, 2, 3, 4, 4A ഇത്രയും പാർട്ടിൻ്റെ ആർട്ടിക്കിൾസും കൃത്യമായി പഠിക്കുക. GD എക്സാമിന് ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷന് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബൈ ദി ഡാഷ് അമെൻഡ്മെന്റ്. യെസ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 2 വട്ടമാണ് അമെൻഡ്മെന്റ്, 42-ാമതും 86-ാമതും. സോ നമ്മുടെ ഉത്തരം 42 അല്ലേ, 42-ാമത് അമെൻഡ്മെന്റ്. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, 10. 86-ലോ 1. അതുപോലെ വർഷവും പഠിക്കണം കേട്ടോ. 42 വർഷം ഏതാ, 1976, 1976-ലെ 42-ാമത് അമെൻഡ്മെന്റ് വർഷവും പഠിക്കണം കൃത്യം. അതുപോലെ 86 എന്ന 2002-ലാണ് 86-ാം അമെൻഡ്മെന്റ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അപ്പോൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്മിറ്റി. ഞാൻ പറഞ്ഞതാണല്ലേ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ്
കമ്മിറ്റി അല്ലെ, സൊറൻസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെ അമെൻമെന്റ്? 42, 86 എന്ന് പറഞ്ഞാൽ 2. ഇതിൽ 46 ആദ്യത്തെ 1976. ഇതാണ് സൊറൻസിംഗ് കമ്മിറ്റി പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിവിടെ കണ്ടില്ല, ഇവിടെ നമ്മളൊരു സെറ്റ് ഓഫ് ഒരു 15 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ബേസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഞാൻ അടുത്ത് ഇതുപോലുള്ള ഒരു സെറ്റുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.